നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ആത്മരക്ഷയുടെ സമയം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിന് സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. വീട്ടുടയവൻ എഴുന്നേറ്റ് കതകടച്ച ശേഷം നിങ്ങൾ പുറത്തുനിന്ന് കർത്താവേ തുറന്നു തരയണമേ എന്ന് പറഞ്ഞുകൊണ്ട് കതകിന് മുട്ടിത്തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്നവൻ ഉത്തരം പറയും. കർത്താവായ യേശു പറയുകയാണ്, ചില ആളുകൾ വന്ന് കതകിന് മുട്ടും. അതായത് വീട്ടുടയവൻ കതകടച്ച ശേഷം ചിലർ വന്ന് മുട്ടും, ഞങ്ങൾക്കും തുറക്കണമേ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് തീർത്തു പറയും എന്ന്. എന്താണ് ഇതിൻ്റെ പൊരുൾ? പ്രിയപ്പെട്ടവരെ, ആത്മരക്ഷ നേടാൻ ഒരു സമയം ദൈവം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. കൊരിന്ത്യലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. അപ്പം രക്ഷാ ദിവസം അല്ലെങ്കിൽ രക്ഷയുടെ ആ സമയം കർത്താവ് പറഞ്ഞത്, അതായത് തൻ്റെ 1-ാമത്തെ പ്രസംഗത്തിൽ നസറത്തിലെ പള്ളിയിൽ പറഞ്ഞത്, ഞാൻ യഹോവയുടെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ വന്നിരിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കായി കാൽവറിയിൽ യാഗമായി രക്ഷാമാർഗം ഒരുക്കിയ കർത്താവ് ആ കാര്യം നമ്മളെ അറിയിക്കുന്നതിൻ്റെ ചുമതലയും കൂടെ ഏറ്റെടുത്തിരിക്കുകയാണ്. യേശുക്രിസ്തു നമുക്കായി യാഗമായി തീരുക മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു, എന്നാൽ അദൃശ്യനായിട്ട് ഈ ഭൂമിയിലുമുണ്ട്. യേശു പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൻ്റെ അവസാന അധ്യായത്തിൻ്റെ അവസാന വാക്യം, അവർ പുറപ്പെട്ട എല്ലാവരും സുവിശേഷം പ്രസംഗിച്ചു. അവൻ അവരോട് കൂടെ ഇരുന്ന്, യേശു അവരോട് കൂടെ ഇരുന്ന് അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോകുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ഈ രക്ഷയുടെ പരിജ്ഞാനം നൽകുകയും അല്ലെങ്കിൽ പാപബോധം നൽകുകയും യേശു കുരിശിൽ മരിച്ചതിൻ്റെ സാധ്യത നമ്മെ അറിയിക്കുകയും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ, പാപത്തെ ഉപേക്ഷിച്ച് അന്ധവിശ്വാസങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് അബദ്ധ ദൈവങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് സത്യദൈവമായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ ഒരു പുതിയ ജീവിതം ഉണ്ടാകും. മദ്യം ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ പാപത്തോട് വെറുപ്പുള്ള ഒരു ധാർമ്മിക ജീവിതവും ആത്മീയ ജീവിതവും ഉണ്ടാകും. യേശു പരിപാലിക്കും. യേശു ഉപജീവനത്തിൻ്റെ മാർഗങ്ങൾ അതും കാണിച്ചു തരും. യേശു മരണം വരെ പരിപാലിക്കും. മരണശേഷം കർത്താവ് തൻ്റെ സന്നിധിയിലേക്ക് എടുക്കും. ഇങ്ങനെയുള്ള ഈ സുവിശേഷം ആളുകളെ അറിയിക്കുമ്പോൾ അതിനോട് അനുകൂലമായി പ്രതികരിക്കാനായി സാധിക്കണം. ദൈവം വിളിക്കുമ്പോഴാണ് നാം അടുത്തു വരേണ്ടത് അല്ലെങ്കിൽ മറുപടി പറയേണ്ടത്. ദൈവം രക്ഷ വാഗ്ദാനം ചെയ്യുമ്പോഴാണ് നാം അത് സ്വീകരിക്കേണ്ടത്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം. യേശുവിൻ്റെ പേരിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നാണ്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ബലപ്പെടുത്താം, ഞാൻ നിനക്ക് വഴി പറഞ്ഞു തരാം എന്ന് പറയുമ്പോൾ വിശ്വസിക്കാതെ കർത്താവിനേക്കാൾ മറ്റു പലരെയും പലതിനെയും സ്നേഹിച്ച് ഈ ആത്മരക്ഷ മാറ്റിവെക്കാനിടയായാൽ, പക്ഷെ അങ്ങനെ ചില ആളുകൾ കതകടച്ച ശേഷം വന്ന് മുട്ടും എന്ന് പറയുന്നത് എന്താണ്? അതായത് ഈ ഭൂമിയിൽ തന്നെ ചിലപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ ശിക്ഷയുടെ ഒരു തുടക്കം ഉണ്ടായിന്ന് വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഒരു പരിഭ്രമം ഉണ്ടായിട്ടാണ് അവർ വരുന്നത്. പക്ഷെ സമയം കഴിഞ്ഞുപോയി. നോഹയുടെ കാലത്ത് നോഹയാണ് പെട്ടകം ഒരുക്കിയത്. ആശാരിമാരെ കൊണ്ട് അതിൻ്റെ കഥകളെല്ലാം പണിതത് നോഹയാണ്. പക്ഷേ മൃഗങ്ങളും പക്ഷികളും ഒക്കെ കയറി അവസാനം നോഹയും ഭാര്യയും മക്കളും മക്കളുടെ ഭാര്യമാരും കയറി കഴിഞ്ഞപ്പോൾ യഹോവ വാതിലടച്ചു എന്നാണ് വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യഹോവ അടച്ചാൽ ആർക്കും തുറക്കാൻ സാധിക്കുകയില്ല. ഇതൊരു നിഴലാണ്. ആത്മരക്ഷ അല്ലെങ്കിൽ സുവിശേഷം
രക്ഷാമാർഗം എന്നും കേൾക്കാൻ കഴിയുമെന്നും നമ്മുടെ സൗകര്യമൊക്കെ പോലെ നമുക്ക് അതായത് മരിക്കാൻ നേരത്ത് നമ്മൾ യേശുവിനെ കൈക്കൊണ്ടാൽ മതിയെന്നും ഒക്കെ വിചാരിക്കുന്ന മിടുക്കന്മാരുണ്ട്. കുരിശിലെ കള്ളൻ മരിക്കാൻ നേരത്താണല്ലോ യേശുവിനെ കൈക്കൊണ്ടത്. അതുപോലെ നമ്മളും മരണം അടുക്കുമ്പോൾ യേശുവെ എന്നൊന്ന് വിളിച്ചാൽ മതിയെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവർ, യേശുവിന് അങ്ങനെയുള്ള ആളുകളെ അല്ല വേണ്ടത്. തൻ്റെ ജീവിതം യേശുവിൻ്റെ സേവനത്തിനായിട്ട്, ആരാധനയ്ക്കായി, പ്രാർത്ഥനയ്ക്കായി, കൂട്ടായ്മയ്ക്കായി, സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി തൻ്റെ ജീവിതം അർപ്പിക്കാൻ മനസ്സുള്ള, ധൈര്യമുള്ള ആളുകളെയാണ് ദൈവത്തിന് വേണ്ടത്. അല്ലാതെ മരണം വരെ അല്ലെങ്കിൽ നല്ല കാലം മുഴുവനും പാപത്തിനും കള്ളിനും അബദ്ധ ദൈവങ്ങൾക്കും അതുപോലെ ദ്രവ്യാഗ്രഹത്തിനും ഒക്കെ വേണ്ടി ചെലവഴിച്ചിട്ട് പിന്നെ അതിനൊന്നും പറ്റാതെ വരുന്ന സമയത്ത് കർത്താവേ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞു വന്നാൽ സമയം കഴിഞ്ഞിരിക്കും. ദൈവം നമ്മെ വിളിക്കുമ്പോഴാണ് കർത്താവേ അടിയനിതാ ഞാൻ വരുന്നു എന്ന് പറയേണ്ടത്. അല്ലാതെ നമുക്ക് അനർത്ഥം ഉണ്ടാകുമ്പോഴല്ല. യൂദ 30 വെള്ളിക്കാശ് എടുത്ത് മഹാപുത്രൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഇതാ എനിക്ക് ഈ പൈസ വേണ്ട, ഇത് നിങ്ങൾ തിരിച്ചെടുത്തോണ്ട് എന്നെ സ്വതന്ത്രനാക്കണം, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെയാണ് ഒറ്റിക്കൊടുത്തത്, എനിക്കിപ്പോൾ ഭയങ്കര കുറ്റബോധമുണ്ട് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു നിന്റെ കാര്യം നീ നോക്കിക്കൊള്ളുക. അയാൾ ആ പണം അവിടെ വലിച്ചെറിഞ്ഞു എന്നാണ് വായിക്കുന്നത്. യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്നറിഞ്ഞപ്പോഴുണ്ടായ ഒരു പരിഭ്രമം, അയ്യോ ജനങ്ങൾ എന്തു പറയും, 3.5 വർഷം യേശു കൊടുത്ത ഭക്ഷണം കഴിച്ച് ജീവിച്ചവനല്ലേ, 3.5 വർഷം യേശുവിൻ്റെ ട്രെയിനിങ് ഒക്കെ അനുഭവിച്ചവനല്ലേ, ഇങ്ങനെയൊരു ചതി ചെയ്യാൻ പാടുണ്ടായിരുന്നോ എന്ന് ജനങ്ങളൊക്കെ ചോദിക്കുകയില്ലേ എന്നുള്ള ആ പരിഭവം കൊണ്ടാണ് അയാൾ ഈ കാശുമായിട്ട് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ വരുവാനിടയായത്, അവരോട് കുമ്പസാരിച്ചത്. പക്ഷെ അവർ കൈമലർത്തി. അതൊരു നല്ല ഉദാഹരണമാണ്. അതുപോലെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, രോഗങ്ങളും അപകടങ്ങളും അല്ലെങ്കിൽ അത്യാഹിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അയ്യോ ശരിയാണല്ലോ, ദേവദാസന്മാർ പറഞ്ഞത് ശരിയാണല്ലോ, അതിൻ്റെ ഒരു ലക്ഷണമാണല്ലോ ഈ കാണുന്നത് എന്ന് ചിന്തിച്ച് രക്ഷിക്കണേ എന്നും പറഞ്ഞു വന്നാൽ ആ സമയത്ത് ആ പ്രാർത്ഥന കേൾക്കാൻ ആളുണ്ടാകുകയില്ല. ഞാൻ വിളിക്കുമ്പോൾ നീ ഉത്തരം വരുന്നില്ലെങ്കിൽ നീ വിളിക്കും, ഞാൻ കേൾക്കയില്ല എന്ന് സദൃശവാക്യത്തിൽ ഒരു വാക്യമുണ്ട്. ദൈവം നമ്മെ വിളിക്കുമ്പോൾ സുപ്രസാദ കാലത്ത്, രക്ഷാദിവസത്തിൽ, ആ സന്ദർശന കാലത്ത് ദൈവത്തിന് വാക്ക് കൊടുക്കുവാനും കർത്താവിനെ അനുഗമിക്കാനും നമുക്ക് സാധിക്കണം. സമയം കഴിഞ്ഞിട്ട് നമ്മുടെ നല്ല കാലം മുഴുവൻ പാപത്തിന് കൊടുത്തിട്ട്, പിശാചിന് കൊടുത്തിട്ട് അനർത്ഥം വരുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാമെന്ന് വിചാരിച്ചാൽ അത് സാധിക്കയില്ല എന്നാണ് കർത്താവിടെ പറഞ്ഞത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്ത്, ദൈവം വിളിക്കുമ്പോൾ, അവൻ അടുത്തുള്ളപ്പോൾ, അവരെ കണ്ടെത്താൻ സമയത്ത് അവനെ അന്വേഷിക്കുക, അവൻ അടുത്തിരിക്കുമ്പോൾ അവരെ വിളിച്ചപേക്ഷിക്കുക എന്നാണ് വാക്യം. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.